24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കൾ. മുസ്ലിം ലീഗ് പിന്തുണ വി.ഡി. സതീശൻ എന്ന വാർത്തയെ തുടർന്നാണ് നീക്കം. ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ സതീശന് അനുകൂലമായി നടന്ന ചർച്ചയിൽ കോൺഗ്രസിൽ അമർഷമുണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? ഓരോ നേതാവും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് പോസ്റ്ററുകളും പോഡ്കാസ്റ്റുകളും ഒക്കെ പുറപ്പെടുവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കൾ ഇറങ്ങുന്നു എന്നതാണോ? അനുജ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ലക്ഷ്യം വെക്കുന്ന നേതാക്കളെല്ലാം അത് മുൻനിർത്തിയുള്ള നീക്കങ്ങൾ സജീവമാക്കി. ഇതിനിടയിലാണ് ശനിയാഴ്ച ചേർന്ന ലീഗിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ വി.ഡി. സതീശന് അനുകൂലമായ ചർച്ച വരികയും അത് ചില മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തത്. അപ്പോൾ ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണ് എന്ന ഒരു ആഖ്യാനം വരുന്നത് തങ്ങൾക്ക് ഗുണകരമല്ല എന്ന് വിലയിരുത്തിയാണ് മറ്റു നേതാക്കൾ, മറ്റ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന നേതാക്കൾ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. കേരള കോൺഗ്രസ്, RSP തുടങ്ങിയ പ്രധാനപ്പെട്ട പാർട്ടികളുമായി ഇതിനകം തന്നെ ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ലീഗ് യോഗത്തിൽ സതീശന് അനുകൂലമായി ഒരു വികാരം ഉയർന്നതിൽ കോൺഗ്രസിനകത്ത് ശക്തമായ അമർഷമുണ്ട്. ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് ഉചിതമാകില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ 5ാം മന്ത്രി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ മുന്നണിക്ക് പിന്നീട് വലിയ തോതിൽ പരിക്കേൽപ്പിച്ചു. മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾ അത് വലിയ തോതിൽ പ്രചരണത്തിനിടയാക്കി. ലീഗ് അധികാരത്തിൽ വന്നാൽ UDF അധികാരത്തിൽ വന്നാൽ ലീഗാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന ഒരു ആഖ്യാനം BJPയും CPIയും നടത്തിയിരുന്നു. ആ ആഖ്യാനം ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിലൂടെ സംഭവിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ലീഗ് അടക്കമുള്ള കക്ഷികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നും നടത്താനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഒരു കാര്യം കൂടി ശ്രീജിത്ത്, ഇപ്പോൾ ലീഗ് ഈ മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പലതവണ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അത്തരം ചർച്ചകളൊക്കെ തള്ളുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മറ്റ് ഘടകകക്ഷികളുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അവർ പരസ്യമായി എന്തെങ്കിലും പ്രതികരണം നടത്തിയതായി കണ്ടില്ല. അനുജ, ലീഗ് നേതാക്കൾ പരസ്യമായി അതൃപ്തി ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രകടിപ്പിച്ചപ്പോഴും ശനിയാഴ്ച കോഴിക്കോട് നടന്ന ലീഗിന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ആർക്കാണ് പിന്തുണ നൽകേണ്ടത് എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ആ യോഗത്തിൽ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്ത് പൊതുവായി പൊതുമണ്ഡലത്തിലേക്ക് വരികയും ചെയ്തു. എന്നാൽ ലീഗ് ഇത്തരമൊരു നിലപാടെടുക്കുന്നതിലാണ് കോൺഗ്രസിനകത്ത് അതൃപ്തിയുള്ളത്. അത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം എന്നാൽ അനുജ സൂചിപ്പിച്ച പോലെ മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം, RSP തുടങ്ങിയ പാർട്ടികളാരും ഇതുവരെ പരസ്യമായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ മുന്നണികളിലെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ കാര്യമായി പങ്കുവഹിക്കാനില്ല. കാരണം മുഖ്യമന്ത്രി ആരാണ്, നിയമസഭാ കക്ഷി നേതാവ് ആരാണ് എന്നത് തീർത്തും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് ഒരു അഭിപ്രായം പറയാനോ ആ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ആവശ്യപ്പെടാനോ ഘടകകക്ഷികൾക്ക് കഴിയില്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കേണ്ട നേതാക്കൾക്ക് ഒരു അനുകൂലമായ ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഘടകകക്ഷികളെ പിന്തുണ ഒരു ഘടകമാകും. പ്രത്യേകിച്ചും ഹൈക്കമാൻഡിനെ അടക്കം ഇത്തരം പിന്തുണ സ്വാധീനിക്കുമെന്നൊരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇത്തരം ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള നീക്കം, കൂടെ നിർത്താനുള്ള നീക്കം സജീവമായിരിക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ വാർത്ത വരികയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് സംസ്ഥാന കമ്മിറ്റിയിലാണ് സതീശന് അനുകൂലമായി ചർച്ച നടന്നു എന്ന വിവരം. അത് പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ അമർഷമുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടുകയാണ് എന്നൊരു വിമർശനം ഉയരുന്നു. UDF അധികാരത്തിലെത്തിയാൽ ലീഗാകും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ആ വിമർശനം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കൾ രംഗത്തിറങ്ങുന്നു എന്ന വാർത്ത. ആർ ശ്രീജിത്താണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.